Hello students, so now we can go and discuss one of the important and an interesting chapter. See, in our daily life and all, we used to accumulate through some of the important naturalistic things, is it? We used to go and travel to these places and we explore those natural things, is it? Yes, we are going to talk about ഫോറസ്റ്റ്. നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഒക്കെ നമ്മൾ അനുഭവപ്പെടുന്നത് ഒരു പ്രത്യേകതരം ഒരു വൈബ് നമുക്ക് കിട്ടുന്നത് എന്തിലൂടെയാണ്? when we are traveling through ഫോറസ്റ്റ് ഏരിയസിലൂടെ തന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകതരം ഒരു അനുഭൂതി കിട്ടാറുണ്ട് അല്ലേ? സോ വി നോ ദാറ്റ് ഈച്ച് ആൻ എലമെന്റ് ഓഫ് നേച്ചർ ഇസ് എ ബേസിക് ഫോം ഓഫ് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റിലാണ് ഇത് ബേസിക് ഫോർമേഷൻ. നമ്മളിവിടെ കാണുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് അല്ലേ? സോ ഫോറസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ യു ആർ റെഡി ഫോർ ദാറ്റ്? സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫോറസ്റ്റ്. സോ ഫോറസ്റ്റ് our lifeline. Why forest is compared as our lifeline? Why it is said to be a lifeline? Because they constitute among the earth's part അല്ലേ? അതായത് ഫോറസ്റ്റ്, വാട്ടർ, ഇതൊക്കെയാണ് നമ്മുടെ എർത്തിൻ്റെ ഒരു കോമ്പണൻറ്റ്. സോയിൽ ഒക്കെ പറഞ്ഞാലാണ് എർത്തിൻ്റെ ഒരു കോമ്പണൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ വി ഗെറ്റ് ദ സഫിഷ്യൻറ്റ് ഓക്സിജൻ ദാറ്റ് വി നീഡ്. ഈ ഫോറസ്റ്റ് നിന്നൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ബെറ്റർ ആക്കുന്നത് ഈ ഫോറസ്റ്റിൻ്റെ ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട് അല്ലേ? ഇൻ സിറ്റി ഒരു സിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ വില്ലേജ് ആ ഒരു ഏരിയാസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ബെറ്റർ ഇൻ അറ്റ്മോസ്ഫിയർ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ ഏതായിരിക്കും ബെറ്റർ ഉണ്ടാവുക? ഒബ്വിയസ്ലി ഫോറസ്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ വില്ലേജ് ഏരിയാസിലായിരിക്കും. ബിക്കോസ് ദർ ഇസ് മോർ പ്ലാന്റേഷൻ, മോർ ട്രീസ്, മോർ പ്ലാന്റ്സ്, മോർ ലീഫ്, മോർ ഗ്രീനറി എന്ന് പറയാം നമുക്ക് അല്ലേ? സോ ഇറ്റ് ഈസ് എ അക്യുമുലേഷൻ ഓഫ് ഫോറസ്റ്റ്. ദാറ്റ് ഈസ് എ ബെറ്റർ തിങ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ സയൻസ് ഓഫ് വാട്ട് നേച്ചർ അല്ലേ? നേച്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് ഓരോരോ ഫോറസ്റ്റിൻ്റെ ഒരു എലമെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഫോറസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ യു ആർ റെഡി ഫോർ ദിസ് ചാപ്റ്റർ? സോ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, okay, from this chapter. So we are going to discuss about the chapter Forest our Lifeline. Forest our Lifeline. Okay. സോ നോക്കാം ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് ലേണിംഗ് ഔട്ട്കം കിട്ടുന്നത് നോക്കാം. സോ നമ്പർ 1, വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ കോമ്പോസിഷൻ ഓഫ് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റിന്റെ കോമ്പോസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് നമുക്ക് ഫോറസ്റ്റിന്റെ കോമ്പോസിഷൻ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് ഓൾസോ can able to understand the characteristic of trees in forest. Can able to understand the characteristic of trees in the forest. അതായത് ഒരു ഫോറസ്റ്റ് ഏരിയസിൽ ഉണ്ടാകുന്ന ട്രീസിന്റെ ക്യാരക്ടറിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? സോ can understand the characteristics of trees in the forest. I hope that is clear. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? They will be able to know how plants maintain the balance of oxygen and carbon dioxide. മനസ്സിലായോ? They will be able to know how plants maintain the balance of oxygen. എങ്ങനെയാണ് ഒരു പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ബാലൻസ് ഓഫ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് പഠിക്കും. നമുക്ക് അതിൻ്റെ സൈക്കിളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? നോ പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഫുഡ് ചെയിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അറിയണം. ഏബിൾ ടു ഡിഫൈൻ ദ മീനിങ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. എന്താണ് ഡീഫോറസ്റ്റേഷൻ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫിൽ ഫോറസ്റ്റ് എത്ര നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും ഈ ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാവും. സോ യു ആർ റെഡി? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. ഓക്കെ. ആൻഡ് ഓൾസോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഹൗ ടു കൺസേർവ് ഫോറസ്റ്റ് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സോ അതിനൊക്കെ നിങ്ങൾ റെഡി അല്ലേ മക്കളെ? സോ ഷാൽ വി സ്റ്റാർട്ട് ദ ചാപ്റ്റർ? ഓക്കെ. സോ ഇൻട്രൊഡക്ഷൻ. ലെറ്റ്സ് ഗോ ഫോർ ഇൻട്രൊഡക്ഷൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ചാപ്റ്റർ ഇൻ ദിസ് ക്ലാസ്. ഓക്കെ. അപ്പോൾ നോക്ക്, ഇൻട്രൊഡക്ഷൻ നോക്കാം. Let's start. Forest is a natural habitat for different kinds of plants. Plants മാത്രമാണോ മക്കളെ? ആനിമൽസും ഉണ്ട് ആൻഡ് ആനിമൽസ്. സോ വാട്ട് വി ക്യാൻ സേ, ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ, ഫോറസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ നാച്ചുറൽ എന്താണ്? ഹാബിറ്റാറ്റ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. ആരാണ് ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ്?
ആരൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് കൈൻഡ്സിൽ പെടുന്നത്? പ്ലാന്റ്സും ആനിമൽസുമാണ് അല്ലേ മക്കളെ? സോ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, they provide food and shelter for animals. They also provide food and shelter for animals. അവരെന്തും കൂടി ചെയ്യുന്നുണ്ട്? They provides food and shelter എന്ന് നമുക്ക് പറഞ്ഞൂടെ? ആർക്ക് വേണ്ടി? ആനിമൽസിന് വേണ്ടിയിട്ട്. ആനിമൽസിന് വേണ്ടി ഫുഡും ഷെൽട്ടറും ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ ഫോറസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേസിലായിക്കോട്ടെ, നമുക്കും നമ്മുടെ സിവിലൈസേഷൻ തുടങ്ങുന്ന ഈ ഒരു ഫോറസ്റ്റ് ഏരിയാസ്, റിവർ ഏരിയാസ് അവിടെയൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മെയിനായിട്ട് ഫോറസ്റ്റിൽ നിന്ന് വുഡൊക്കെ കളക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ വുഡൊക്കെ കളക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ വെച്ച് വീടൊക്കെ വെച്ച്, അപ്പോൾ ഈ ഒരു സോഴ്സ് എവിടെ നിന്നാണ്? റിസോഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? റിസോഴ്സസ് എവിടെ നിന്നാണ്? റിസോഴ്സസ് എന്താണ്? ഫോറസ്റ്റ് നിന്നാണ് ആ റിസോഴ്സ്. ഇൻ ദ ഫോം ഓഫ് വുഡ് ആവാം, പ്ലാന്റ്സ് ആവാം, പ്ലാന്റ്സ് മെഡിസിനൽ ആവാം, ഫുഡ് ആവാം, ഫ്രൂട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടും. നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ആ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ എവിടെയായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ഫോറസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു ഫോറസ്റ്റ് നിങ്ങളൊരു മാർക്കറ്റാണെന്ന് വിചാരിക്കുക, അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. വി ഗെറ്റ് ഫുഡ്, വി ഗെറ്റ് ഓൾ ദ റിക്വയർഡ് എസെൻഷ്യൽസ്. ഓക്കെ, നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ഫോറസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇഫ് യു വാണ്ട് ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കിട്ടും. വാട്ടർ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിൽ ഏതെങ്കിലും ചെറിയൊരു പോണ്ടോ അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. യു വിൽ ഗെറ്റ് വാട്ടർ. പിന്നെ മെഡിസിനൽ പർപ്പസിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇൻ സെൻസ് നമുക്ക് പറയാം ഫോറസ്റ്റ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റേറ്റ് ഫോർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ലൈഫ് ടു. ക്ലിയർലി മക്കൾ ഇത്രയും കാര്യങ്ങൾ. സോ ഫോറസ്റ്റ് ഇസ് എ നാച്ചുറൽ ഹാബിറ്റ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് plants and animals. Okay, they provide food and shelter for animals. They provide food and shelter for animals. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഫോറസ്റ്റ് ഇസ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. They provide food and shelter for animals. They provide food and shelter for ആർക്കാണ്? ആനിമൽസിന് വേണ്ടിയിട്ട് ഫുഡ് ആൻഡ് ഷെൽട്ടർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആണോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നോക്ക്. Now see, some common animals found in the forest are, നമുക്കറിയാം ആരൊക്കെയാണ് കോമൺ ആനിമൽസ് ഫൗണ്ട് ഇൻ ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഫോറസ്റ്റ് ആവാം കേട്ടോ. സോ എന്തൊക്കെയൊക്കെ മെയിനായിട്ട് നമ്മൾ കാണുക? ഫസ്റ്റ് നമുക്ക് ലയൺ, കിങ് ഓഫ് ദി ജംഗിൾ എന്നൊക്കെ പറയുന്നത് ലയൺ. പിന്നെ ടൈഗർ, എലിഫന്റ്, ഒബ്വിയസ്ലി നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ ക്രീച്ചേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മങ്കീസ്, ഡിയർ, സ്നേക്ക്, ഒബ്വിയസ്ലി സീബ്ര. സീബ്ര ഒക്കെ നമ്മൾ കുറച്ച് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. ചാക്കൽ, എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ബേർഡ്സും ഉണ്ടാവേ, ഓൾസോ ബേർഡ്സും ഉണ്ടാവേ, വെറൈറ്റി ഓഫ് ബേർഡ്സും ഉണ്ടാവും. ബേർഡ്സും ഉണ്ടാവും നമ്മുടെ ഫോറസ്റ്റ് ഏരിയസിൽ. ആൻഡ് ഓൾസോ വാരിയസ് പ്ലാന്റ്സും ബേർഡ്സും ആനിമൽസും ഒക്കെ കൂടി നിറഞ്ഞ ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ എന്തിനു പറയുന്നത് മക്കളെ? ഫോറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത് അല്ലേ. അപ്പോൾ ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ് ഫോറസ്റ്റ്. അപ്പൊ എന്താണ് അതൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ് എന്ത്? ഫോറസ്റ്റ്. ഇതെല്ലാപ്പോഴും മൈൻഡിൽ വെക്കുക. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞത്? ഫോറസ്റ്റ്. അപ്പം ഫോറസ്റ്റ് ഇസ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത് ക്ലിയർ അല്ലേ മക്കളെ? ദേ പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ആനിമൽസ്. അതും ക്ലിയർ അല്ലേ മക്കളെ? സം കോമൺ ആനിമൽസ് ഫൗണ്ട് ഇൻ ദ ഫോറസ്റ്റ് ആർ ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, മങ്കി ഉണ്ട്, ഡിയർ ഉണ്ട്, സ്നേക്ക് ഉണ്ട്, സീബ്ര, ജാക്കൽ, എക്സെട്ര. പിന്നെ ബേർഡ്സ് നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നേച്ചറായിട്ട് നമ്മുടെ ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? നമ്മുടെ വൈൽഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഷാൽ വി മൂവ് ടു നെക്സ്റ്റ് പാർട്ട്? റെഡി അല്ലേ മക്കളെ? ഓക്കെ, നോക്ക്, ഇതൊക്കെയാണ് മെയിൻ ആൾക്കാർ അല്ലേ. നമ്മുടെ ലയൺ, നമ്മുടെ ടൈഗർ, അതേപോലെ തന്നെ നമ്മുടെ എലിഫന്റ്, മങ്കി, ഇവരൊക്കെയാണ് നമ്മുടെ ഫോറസ്റ്റിലെ മെയിൻ. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. നമ്മളിപ്പോൾ വയനാട്ടിലൊക്കെ പോയാൽ നമുക്ക് ഇവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ദേ പ്ലേസ് എ വൈഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് ഓൾസോ ഇവരില്ലെങ്കിൽ നമ്മളുമില്ല. ബിക്കോസ് ദേ ബാലൻസ് എ ഫുഡ് ചെയിനിനെ ബാലൻസ് ചെയ്യാൻ കാരണം ഇവരൊക്കെയാണ്. ആനിമൽസും പ്ലാന്റ്സും ഒക്കെ കൂടിയിട്ടാണ് ഒരു ഫുഡ് ചെയിൻ്റെ കോമ്പണൻ്റ് ആയിട്ട്
മാറുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് മക്കളെ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോറസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫോറസ്റ്റ് പല ഏരിയാസിലായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. ഇവരൊക്കെ സംടൈംസ് ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ പല ഏരിയാസ് ആയിട്ടുണ്ടാവും. മേ ബി അതിൻ്റെ ഉള്ളിൽ തന്നെ സം കേവ്സ് ആയിട്ടുണ്ടാവാം, ലോങ് ട്രീസ് ഉണ്ടാവാം, ഷോർട്ട് ട്രീസ് ഉണ്ടാവാം, അതേപോലെ തന്നെ കുറേ എന്താ പറയുക സ്ട്രബ്സ് ആയിട്ട് ഇങ്ങനെ ചെറിയ കുറ്റിക്കാട് പോലെയൊക്കെ ആയിട്ട് കാണാം. പിന്നെ കുറച്ച് വാട്ടർ പോൺസ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാം. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഏരിയാസ്. അതായത് ലയൺ ഉള്ള ഭാഗങ്ങളിൽ ആരുണ്ടാവില്ല, ഡിയറും അതേപോലെ എലിഫൻസും ഒന്നും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. മങ്കി ഉള്ള സൈഡിലും അങ്ങനെയുള്ള കുറേ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഓരോരോ ഒരു ഡൈവേഴ്സ് ആയിട്ടാണുള്ളത്. എല്ലാവരും ഒരുമിച്ച് ഒരേ ഭാഗത്തു നിന്നല്ല. ഒരു ഫോറസ്റ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളായിട്ട് മിക്സ് ആയിട്ട് കാണപ്പെടുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. അത് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ. നൗ സീ, forest has several kinds of trees, shrubs, herbs, climbers and creepers. എങ്ങനെ? Forest has several kinds of trees, shrubs, herbs, climbers and creepers. മനസ്സിലായോ? എങ്ങനെ? Forest has several kinds of trees. കുറേ തരത്തിലുള്ള ട്രീസ് ഉണ്ട് ഫോറസ്റ്റിന്. അതായത് നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിൽ എന്തുണ്ട് മക്കളെ? കുറേ തരത്തിലുള്ള ട്രീസ് ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? നമ്പർ 1 വി ഹാവ് വാട്ട് ഇസ് ദാറ്റ്? ട്രീസ് ഉണ്ട്. നമുക്ക് കുറേ മരങ്ങളുണ്ട്. പിന്നെ കുറേ സ്ട്രബ്സ് ഉണ്ട്, സ്ട്രബ്സ്. പിന്നെയോ ഹേർബ്സ് ഉണ്ട്, വള്ളിച്ചെടികളായിട്ടുള്ള ക്ലൈംബേഴ്സ് ഉണ്ട്, ക്രീപ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? അതായത് ഫോറസ്റ്റ് ഹാസ് മെയിൻലി ട്രീസ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ഹെർബ്സ് ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട്, ക്രീപ്പേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റിൽ. ഇത് ഓക്കെ അല്ലേ? ഇത് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇൻക്ലൂഡ് എന്താണ് ഫോറസ്റ്റിൽ കാണുന്നത്? കോമൺ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? കോമൺ പ്ലാന്റ്സ് ആരൊക്കെയാണ് മക്കളെ? ശ്രദ്ധിക്കുക, ആരൊക്കെ ആയിരിക്കും കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുക? വി ഹാവ് teak, then we have bamboo, then we have neem, then we have amla, then we have sal. ഇതൊക്കെയാണ് ഓരോരോ ട്രീ എക്സെട്ര. ഇതൊക്കെയാണ് ഓരോരോ ട്രീസും പ്ലാന്റ്സും ഇവിടെ കാണുന്നത്. ഫോറസ്റ്റിൽ കണ്ടുവരുന്ന ട്രീസും പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ക്ലിയർ അല്ലേ? കോമൺ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ആരൊക്കെയാണ് മക്കളെ? തേക്ക്, ബാംബൂ, നീം, അംല ആൻഡ് സാൽ എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോറസ്റ്റ് ഏരിയസിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സും ട്രീസും കാര്യങ്ങളൊക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ഫോറസ്റ്റ് ഫ്ലോർ ആൻഡ് ട്രീസ് വെയർ കവേർഡ് വിത്ത് ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ്. എങ്ങനെ? ഫോറസ്റ്റിന്റെ ഫ്ലോർ ആൻഡ് ട്രീസ് ആർ കവേർഡ് വിത്ത് എന്താണ്? ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും. അതായത് നിങ്ങളൊരു ഫോറസ്റ്റിൽ പോകുമ്പോൾ തന്നെ ഫുള്ള് നിലത്തൊക്കെ ഇങ്ങനെ കുറേ ഇലകളും ക്ലൈംബേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണാം. ക്രീപ്പേഴ്സ് ഒക്കെ ഇങ്ങനെ പ്ലാന്റ് നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ നമ്മൾ കാണാം. നമ്മൾ ശരിക്കും ആരെങ്കിലും വെച്ചാണെന്നാണോ? അല്ല. അപ്പോൾ അവരുടേതായ ക്യാരക്ടറിസ്റ്റിക്, അവരുടെ ഗ്രോത്ത് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോറസ്റ്റിൽ ഇത്രയും തരം ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോറസ്റ്റ് ഹാസ് സെവറൽ കൈൻഡ്സ് ഓഫ് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് ഒക്കെ. കോമൺ പ്ലാന്റ്സ് ഏതൊക്കെയാണ് മക്കളെ? തേക്ക്, ബാംബൂ, നീം, അംല ആൻഡ് സാൽ ഉണ്ട്. പിന്നെ ഫോറസ്റ്റ് ഫ്ലോർ ആൻഡ് ട്രീസ് വേ കവേർഡ് വിത്ത് ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നൗ സീ, ഇതാണ് ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ. നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ബാംബു കാണാൻ പറ്റും, ഇവിടെ ഒരു ട്രീ കാണാൻ പറ്റും, നമുക്ക് തേക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ കണ്ടോ ക്ലൈംബേഴ്സ് ഒക്കെ ഇങ്ങനെ പടർന്നു നിൽക്കുന്നത്, ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സിനും ഒക്കെ കൂടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് കാട്, വനം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ മക്കളെ? സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? Now see, components of forest. Important ആയിട്ടുള്ള പാട്ടാണ്. What are the components of forest? മക്കളെ, എന്താണ് ഒരു ഫോറസ്റ്റിന്റെ കോമ്പോണൻസ് എന്ന് നമുക്ക് പറയാനുള്ളത്? എന്തായിരിക്കും ഒരു ഫോറസ്റ്റിന്റെ കോമ്പോണന്റ്? എന്തൊക്കെയായിരിക്കും? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ആർ ദ മേജർ കോമ്പോണൻസ് ഓഫ് ഫോറസ്റ്റ്? എന്താണ് ഒരു ഫോറസ്റ്റിന്റെ കോമ്പോണൻസ്? നമുക്ക് നോക്കാം. സോ കോമ്പോണൻസ് ഓഫ് ഫോറസ്റ്റ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? നമ്പർ 1 വി ഹാവ് ലീവിങ് കോമ്പോണൻസ് ഉണ്ട്.
ലിവിങ് കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ ജീവനുള്ളത്, ജീവിക്കുന്നതായിട്ട് നമുക്ക് പറയുന്നത് എന്തൊക്കെയാണ്? വി ഹാവ് പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, മൈക്രോബ്സ് ഉണ്ട്, എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ലീവിങ് ആണ്. ഇത്രയും കാര്യങ്ങൾ എന്താണ് മക്കളെ? ലീവിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ലീവിങ് കോമ്പോണന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ ലീവിങ് കോമ്പോണന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? നൗ വി ഹാവ് വാട്ട്? നോൺ ലിവിങ് കോമ്പോണന്റ് ഇല്ലേ നമുക്ക്? അതേപോലെ അപ്പൊ എന്തായിരിക്കും നോൺ ലിവിങ് കോമ്പോണന്റ് നോക്കാം. നോൺ ലിവിങ് കോമ്പോണന്റ് we have soil, air, water. ഇത് എന്താണ്? ഇത് നോൺ ലിവിങ് ആണ്. ആരൊക്കെയാണ് നമുക്കുള്ളത്? നോൺ ലിവിങ് കോമ്പൗണ്ട്സിൽ നമുക്ക് ആരൊക്കെയാണ് ഉള്ളത് മക്കളെ? സോയിൽ, എയർ ആൻഡ് വാട്ടർ. സോയിൽ, എയർ ആൻഡ് വാട്ടർ. നമുക്ക് ആരൊക്കെയാണ് ഉള്ളത് മക്കളെ? സോയിൽ, എയർ ആൻഡ് വാട്ടർ. ലിവിങ് കോമ്പൗണ്ട്സിൽ we have plants, animals and microbes. We have plants, animals and microbes. Non-living components we have soil, air and water. We have soil, air and water. We have ആരൊക്കെയാണ് നമുക്കുള്ളത് മക്കളെ? soil, air and water. സോയിലും എയറും വാട്ടറും ആണ് നമുക്ക് മേജർ ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ് ഫോറസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയുന്നത്. ആരൊക്കെയാണ്? ലിവിങ് കോമ്പണൻസ് ഉണ്ട്, നോൺ ലിവിങ് കോമ്പണൻസ് ഉണ്ട്. ലിവിങ് കോമ്പണൻസിൽ നമുക്ക് പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, മൈക്രോബ്സ് ഉണ്ട്. അതേപോലെ തന്നെ നോൺ ലിവിങ് കോമ്പണൻസിൽ നമുക്ക് ആരുണ്ട്? സോയിൽ, എയർ ആൻഡ് വാട്ടർ. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമ്പണൻസ് ഓഫ് ഫോറസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. നൗ സി കോമ്പണൻസ് ഓഫ് ഫോറസ്റ്റിൽ നമുക്ക് നോക്കാം. ഫോറസ്റ്റ് ഹാസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ? അപ്പൊ ഫോറസ്റ്റ് ഹാസ് എന്താണ്? ഈ ഫോറസ്റ്റിന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ട് അല്ലേ? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഉണ്ട്. ആർക്ക് മക്കളെ? നമ്മുടെ ഫോറസ്റ്റിന് അല്ലേ? ഫോറസ്റ്റിന് അതില്ലേ? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ശ്രദ്ധിച്ചോ? സോ അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് നമ്പർ 1 വി ഹാവ് ഓട്ടോട്രോപ്സ്. എന്താണ് മക്കളെ ഓട്ടോട്രോപ്സ്? ആരൊക്കെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുക? നമ്മൾ പഠിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചോ? They are the green plants which can prepare their own food. ഫോട്ടോസിന്തസിസ് വഴി അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് സ്വന്തമായിട്ട് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് നമ്മൾ പറയുന്നത്. വെദർ ഇറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സും ഉണ്ട്, അതേപോലെ തന്നെ സം ബാക്ടീരിയാസും ഉണ്ട്. അപ്പൊ എന്താണ് മക്കളെ? ദേ ആർ എന്താണ്? ദേ ആർ green plants which can prepare their own food. Which can prepare their own food. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഗ്രീൻ പ്ലാന്റ്സ് നമ്മളിവിടെ പറഞ്ഞല്ലോ. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ് അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ ദ പ്രോസസ് ഓഫ് photosynthesis. By the process of photosynthesis. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് മക്കളെ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് ആര്? ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ദേ ആർ ഗ്രീൻ പ്ലാന്റ്സ് വിച്ച് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോട്രോപ്സിൽ നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ മക്കളെ? I hope the concept of autotrophs clear അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കാം. ഇനി we have heterotrophs. എന്തായിരിക്കും മക്കളെ ഈ ഹെറ്ററോട്രോപ്സ്? എന്തായിരിക്കും ഹെറ്ററോട്രോപ്സ്? They are the animals which get their food directly or indirectly from plants. അതായത് they are known as consumers എന്ന് നമുക്ക് പറയാം. എന്താ നമുക്ക് പറയാം? കൺസ്യൂമേഴ്സ്. അതായത് നമ്മുടെ ഓട്ടോട്രോപ്സ് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. They can produce by themselves അല്ലേ? They produce food by themselves. അവർ സ്വന്തമായിട്ട് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഫുഡ് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ആര് കഴിക്കുന്നുണ്ട്? നമ്മുടെ ഹെറ്ററോട്രോപ്സ് കഴിക്കുന്നുണ്ട്. മനസ്സിലായോ? പിടികിട്ടായ റിലേഷൻ ശ്രദ്ധിച്ചോ? They are എന്താണ്?
the animals which get their food directly or indirectly from plants. So എന്താണ് നമ്മുടെ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ദ ആനിമൽസ് വിച്ച് ഗെറ്റ് ദിയർ ഫുഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം പ്ലാന്റ്സ്. അതായത് ദേ ആർ നോൺ ആസ് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കൺസ്യൂമേഴ്സ് ആണ്. ഡിപ്പെൻഡിങ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി അവർ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ മക്കളെ? ഫുഡിന് വേണ്ടി അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? കോമ്പണൻസ് ഓഫ് ഫുഡിൽ നമ്മുടെ ഹെറ്ററോട്രോപ്സിനെ ക്ലിയർ ആണോ മക്കളെ നിങ്ങൾക്ക്? ഹെറ്ററോട്രോപ്സ് നമ്മളൊക്കെ അതിൽ പെടും കേട്ടോ. നമ്മളൊക്കെ ആരാണ്? ഹെറ്ററോട്രോപ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്കുള്ളത് സാപ്രോട്രോപ്സ്. എന്താണ് മക്കളെ ഈ സാപ്രോട്രോപ്സ്? സാപ്രോട്രോപ്സ് എന്താണ് ഈ സാപ്രോട്രോപ്സ്? നോക്കാം നമുക്ക്. ഓർഗാനിസം നമുക്ക് which feed on the dead and decay materials and convert into humus. അതായത് ഡീകമ്പോസ് എന്ന രീതിയിൽ ഡെഡ് ആൻഡ് ഡെഡ് ആൻഡ് ഡീക്കേ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ അവർ എന്ത് ചെയ്യും? ഡീക്കേ ചെയ്തിട്ട് കൺവേർട്ട് ഇൻ ടു ഹ്യൂമസ്. ഹ്യൂമസ് എന്ന് പറഞ്ഞൊരു സോയിൽ മെറ്റീരിയൽ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്ന ആളുകളാണ് സാപ്രോട്രോപ്സ്. സാപ്രോട്രോപ്സ് ഓക്കെ, സാപ്രോട്രോപ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓർഗാനിസം വിച്ച് ഫീഡ് ഓൺ ആരെ അവർ ഫീഡ് ചെയ്യുന്നത് മക്കളെ? ഡെഡ് ആൻഡ് ഡീക്കേ മെറ്റീരിയൽസ് ആൻഡ് കൺവേർട്ട് ഇൻ ടു ഹ്യൂമസ് മെറ്റീരിയൽ ആയിട്ട് അവരെ കൺവേർട്ടും ചെയ്യുന്നുണ്ട്. അതാണ് സാപ്രോട്രോപ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ എന്താണ് മക്കളെ? ഓർഗാനിസംസ് വിച്ച് ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേ മെറ്റീരിയൽസ് and ഇവിടെയാണ് മെയിൻ പോയിന്റ്, കൺവേർട്ട് them into humus. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ സാപ്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഓർഗാനിസം വിച്ച് ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേ മെറ്റീരിയൽസ് ആൻഡ് കൺവേർട്ട് ഇൻ ടു ഹ്യൂമസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമ്പണൻസ് ഓഫ് ഫുഡിൻ്റെ ഫുഡല്ല ഫോറസ്റ്റിൻ്റെ രീതിയിൽ നമ്മൾ പറഞ്ഞത്. സോ വി ലേൺഡ് അബൌട്ട് ആരെക്കുറിച്ചാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സും അനിമൽസും ഉണ്ട്. ഓട്ടോട്രോപ്സ്, ഹെറ്ററോട്രോപ്സ്, സാപ്രോട്രോപ്സ്. ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഗ്രീൻ പ്ലാന്റ്സ് വിച്ച് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ആനിമൽസ് വിച്ച് ഗെറ്റ് ദിയർ ഫുഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം പ്ലാന്റ്സ്. പിന്നെ സാപ്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഓർഗാനിസം വിച്ച് ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേ മെറ്റീരിയൽസ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഹ്യൂമസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോമ്പണൻസ് ഓഫ് ഫോറസ്റ്റിൽ നമ്മളെ പ്ലാന്റ്സിനും അനിമൽസിനും കേസിൽ നമുക്ക് പറയാനുള്ളത്. ക്ലിയർലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നൗ സി സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റ്. ഇത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എന്താണ് മക്കളെ ഒരു സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റ്? നമുക്ക് നോക്കാം. We are going to discuss about the structure of forest. എടാ ഫോറസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നോക്ക്, നിങ്ങൾ ഇതൊരു ഫോറസ്റ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ളൊരു ഭാഗം, ഈ ഒരു ഭാഗം ഉണ്ടോ, അതായത് ഇത്രയും ഹൈറ്റുള്ള ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് എന്താണ്? ഹെർബ് ലെയർ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയും. ഹെർബ് ലെയർ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫ്ലോർ എന്ന് നമ്മൾ പറയും. ഫോറസ്റ്റ് ഫ്ലോർ ആണിത്. ഈ റീജിയൻ നമ്മൾ ഹെർബ് ലെയർ എന്നും പറയും. ക്ലിയർ അല്ലേ? ഹെർബ് ലെയർ. അപ്പോൾ ഈ ഏരിയയിൽ കാണുന്ന പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ഹെർബൽ എന്ന് പറയും, അല്ലെങ്കിൽ ഹെർബ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫ്ലോർ പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയും. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ഈ ഒരു ഡിസ്റ്റൻസിലെ മക്കളെ, ഡിസ്റ്റൻസിൽ നമ്മൾ കാണുന്ന പ്ലാന്റ്സ്, ഇത്ര വരെ വളരുന്ന പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയും? സ്ട്രബ് ലെയർ എന്ന് പറയും. എന്താ നമ്മൾ പറയാം മക്കളെ? സ്ട്രബ് ലെയർ എന്ന് നമ്മൾ പറയും. ശ്രദ്ധിക്കണേ, സ്ട്രബ് ലെയർ എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഫ്ലോർ ആണ്. അടിത്തട്ട് ഫോറസ്റ്റിന്റെ ഫ്ലോറിൽ അവിടെ കാണുന്ന പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഫോറസ്റ്റ് ഫ്ലോർ പ്ലാന്റ്സ് പറയും. അതുപോലെ ഹെർബൽ ലെയർ എന്ന് പറയും, ഹെർബ് ലെയർ എന്ന് പറയും. അതിന്റെ തൊട്ട് കുറച്ചും കൂടി മുകളിലായിട്ട് നമുക്ക് എന്ത് പറയും? സ്ട്രബ് ലെയർ എന്ന് പറയും. സ്ട്രബ് ലെയർ എന്ന് പറയും. ഈ ഒരു രീതിയിൽ കാണുന്ന വെജിറ്റേഷൻ, അതായത് കുറച്ചും കൂടി മുകളിലായിട്ട് കാണുന്ന ഒരു വെജിറ്റേഷൻ, ഇത്രയും ഹൈറ്റിലേക്ക് പോകുന്ന വെജിറ്റേഷൻ നമ്മൾ എന്ത് പറയും മക്കളെ? അണ്ടർ സ്റ്റോറി എന്ന് പറയും. അണ്ടർ സ്റ്റോറി എന്ന് പറയും. എന്താ നമ്മൾ പറയാ?
അണ്ടർ സ്റ്റോറി എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർലി? ഇനി നോക്ക്, ഇത്രയും ഹൈറ്റിലോട്ടേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് പറയും മക്കളെ? കനോപ്പി എന്ന് പറയും. കനോപ്പി എന്ന് നമ്മൾ പറയും. നമ്മൾ എന്താ പറയാ? കനോപ്പി എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ എന്ത് പറയുന്നു മക്കളെ? കനോപ്പി എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർലി കോൺസെപ്റ്റ്? വി കോൾ ദം ആസ് കനോപ്പി. സോ എന്തൊക്കെയാണ് നമുക്കുള്ളത്? നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് നോക്കിയാലോ. സോ ഫസ്റ്റ് ടോപ്പായിട്ട് നമുക്ക് എന്തുണ്ട്? കനോപ്പി നമുക്കുണ്ട്. കനോപ്പി നമുക്കുണ്ട്. ദെൻ വി ഹാവ് അണ്ടർ സ്റ്റോറി ഉണ്ട് നമുക്ക്. ദെൻ വി ഹാവ് ഷ്രബ് ലെയർ ഉണ്ട്. വി ഹാവ് ഹെർബ് ലെയർ ഉണ്ട്. ആൻഡ് ഫൈനലി വി ഹാവ് ഫോറസ്റ്റ് ഫ്ലോറും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാലോ, ഡെഫിനിഷൻ പോലെ എന്ന രീതിയിൽ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കനോപ്പിനെ കുറിച്ചാണ്. എന്താണ് മക്കളെ ഈ കനോപ്പി? എന്താണ് ഇതിന്റെ സ്പെല്ലിംഗ് നോക്ക്. ക്യാൻ ഒ പി, കനോപ്പി. ശ്രദ്ധിക്കുക, എന്താണ് കനോപ്പി? അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The uppermost branches and leaves of tall trees which act like a roof over the forest ground are called canopies. എന്താണ് മക്കളെ? The uppermost ആയിട്ടുള്ള branches and leaves of എന്താണ് മക്കളെ? ടോൾ ട്രീസിന്റെ. അതായത് നമ്മൾ കണ്ടോ, ഇത് നിങ്ങൾ ഒരു എന്താ പറയുക, ഡ്രോൺ ഷൂട്ടിലുള്ള ഒരു വ്യൂ ആണ് ഇത്. ഇത് കണ്ടോ, നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു റീജിയൻസ് കണ്ടോ നിങ്ങൾ? ഇതൊരു ട്രീ ആണ്. ഈ ഒരു ട്രീൻ്റെ റീജിയൻസ് ഇത് ആക്ട് ആസ് എ റൂഫ് പോലെ കണ്ടോ ആക്ട് ചെയ്യുന്നത്? ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നത് റൂഫായിട്ട് പോലെയാണ്. റൂഫ് പോലെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ എന്ത് മനോഹരമാണ്. uppermost branches and leaves of tall trees which act like എന്താണ്? which act like what? which act like എന്തിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത് മക്കളെ? roof over the forest. എന്തായിട്ടാണ്? roof over the forest ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ roof over the forest ground are called, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? canopies എന്ന് പറയുന്നത്. canopies എന്ന് നമ്മൾ വിളിക്കുന്നത്. we call them as canopies. we call them as canopies. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് പിടി കിട്ടിയോ? ഐഡിയയില്ലേ? Now the canopy comprises of large and mature leaves. അപ്പോൾ ഈ canopies comprises of large and mature leaves. large and mature ആയിട്ടുള്ള ലീവ്സ് ആണ് അവർ കംപ്രൈസസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കനോപ്പിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? കനോപ്പീൻ്റെ കേസ് സെറ്റ് അല്ലേ? സോ നോക്ക്, കനോപ്പി എന്ന് പറയുമ്പോൾ ദ അപ്പർ മോസ്റ്റ് ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് ഓഫ് ടോൾ ട്രീസ് വിച്ച് ആക്ട് ലൈക്ക് എ റൂഫ് ഓവർ ദ ഫോറസ്റ്റ് ഗ്രൗണ്ട്. വിച്ച് ആക്ട് ലൈക്ക് എ റൂഫ് ഓവർ ദ forest ground and are called canopies. The canopy comprises of large and mature leaves. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കനോപ്പീസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടോ ഇത്രയും പ്ലാന്റ്സ് ഉണ്ടായിട്ട് ഇത് മാത്രം റൂഫ് പോലെ. ഇവിടെയൊക്കെ ഉണ്ട് കനോപ്പീസ് കേട്ടോ. ഇതൊക്കെ കനോപ്പീസ് ആണ്. ഇത് കണ്ടോ ഇങ്ങനെ റൂഫ് പോലെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കനോപ്പീസിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് കനോപ്പീസ് ക്ലിയർ ഫോർ യു. കനോപ്പി ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നൗ സീ അണ്ടർ സ്റ്റോറി. അത് കഴിഞ്ഞ പാട് നമുക്കുണ്ട് അണ്ടർ സ്റ്റോറി ലെയേഴ്സ്. അതായത് എന്താണ് അണ്ടർ സ്റ്റോറി ലെയേഴ്സ്? നോക്കാം. ദ ലെയർ ഓഫ് വെജിറ്റേഷൻ ഇൻ എ ഫോറസ്റ്റ് വിച്ച് ഈസ് ജസ്റ്റ് ബിലോ ദ കനോപ്പി ഈസ് കോൾഡ് എന്താണ്? അണ്ടർ സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് the type of vegetation, the layer of vegetation in a forest. ഒരു ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു വെജിറ്റേഷൻ just below canopy is called എന്താണ്? അണ്ടർ സ്റ്റോറി എന്ന് നമ്മൾ വിളിക്കും. കനോപ്പീൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു വെജിറ്റേറ്റീവ് ലെയറിനാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? നമ്മൾ അണ്ടർ സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കനോപ്പീൻ്റെ ജസ്റ്റ് താഴെ ആയിട്ടാണ് നമ്മൾ ഇവരെ കാണുന്നത്. അവരെ നമ്മൾ എന്ത് പറയും? അണ്ടർ സ്റ്റോറി എന്ന് നമ്മൾ പറയും. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക.
നോക്ക്, ദിസ് ലെയർ കൺസിസ്റ്റ് ഓഫ് സ്മോൾ ട്രീസ് ആൻഡ് ട്രീ സാപ്ലിംഗ്. അതായത് അണ്ടർ സ്റ്റോറി എന്ന് പറയുന്ന ഈ വെജിറ്റേഷൻ ലെയറില്ലേ, ഈ വെജിറ്റേഷൻ ലെയറില്ലേ, ഇവിടെ എന്താണ് കാണുന്നത് നമ്മൾ? വി ആർ സീയിങ് ദം വാട്ട്? ലാർജ് ട്രീസ് ആണോ? അല്ല, സ്മോൾ ട്രീസും അതേപോലെ തന്നെ ട്രീ സാപ്ലിങ്ങുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്മോൾ ട്രീസും ട്രീ സാപ്ലിങ്സുമാണ് നമ്മൾ എവിടെ കാണുന്നത്? നമ്മുടെ വെജിറ്റേറ്റീവ് ലെയറായ അണ്ടർ സ്റ്റോറിയിൽ നമ്മൾ കാണപ്പെടുന്നത്. സോ കോൺസെപ്റ്റ് വെടി കിട്ടിയോ മക്കളെ? ഐഡിയ കിട്ടിയില്ലേ? സെറ്റല്ലേ? സോ നമ്മൾ അണ്ടർ സ്റ്റോറിയിൽ നമുക്ക് പറയേണ്ടത് എന്താണ്? അണ്ടർ സ്റ്റോറി എന്ന് പറയുമ്പോൾ ദ ലെയർ ഓഫ് വെജിറ്റേഷൻ ഇൻ എ ഫോറസ്റ്റ് വിച്ച് ഈസ് ജസ്റ്റ് ബിലോ, എവിടെയാണ്? ജസ്റ്റ് ബിലോ ദ കനോപ്പി ഈസ് കോൾഡ് അണ്ടർ സ്റ്റോറി എന്ന് പറയും. ദിസ് ലെയർ കൺസിസ്റ്റ് ഓഫ് സ്മോൾ ട്രീസ് ആൻഡ് ട്രീ സാപ്ലിങ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? സ്ട്രബ് ലെയർ നോക്ക്. എന്തായിരിക്കും മക്കളെ ഈ സ്ട്രബ് ലെയർ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചോ. ദിസ് ലെയർ ഓഫ് വെജിറ്റേഷൻ ഈസ് ജസ്റ്റ് ബിലോ ദ അണ്ടർ സ്റ്റോറി. അതായത് അണ്ടർ സ്റ്റോറിന്റെ ജസ്റ്റ് ബിലോ കാണുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രബ് ലെയർ എന്ന് പറയുന്നത്. സ്ട്രബ് ലെയർ നമ്മൾ പറയുന്നത്, അതായത് നമ്മുടെ കെനോപ്പീൻ്റെ ആണോ? കെനോപ്പീൻ്റെ അണ്ടറിൽ ആരുണ്ട്? അണ്ടർ സ്റ്റോറിയിലുണ്ട്. അണ്ടർ സ്റ്റോറിൻ്റെ അണ്ടറിൽ ആരുണ്ട്? നമ്മുടെ സ്ട്രബ് ലെയർ ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ് തന്നെ ഇവിടെ ഉള്ളൂ. സോ ദിസ് ലെയർ ഓഫ് വെജിറ്റേഷൻ ഈസ് ജസ്റ്റ് ബിലോ അണ്ടർ സ്റ്റോറി. ഇറ്റ്സ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് മെച്യൂർ സ്ട്രബ്സ് ആൻഡ് ബുഷസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെച്യൂർ ആയിട്ടുള്ളത് സ്ട്രബ്സ് ആൻഡ് ബുഷസ്. മെച്യൂർ ആയിട്ടുള്ള സ്ട്രബ്സും ബുഷസും ആണ് ഈ ഒരു ഏരിയയിലായിട്ടുള്ള സ്ട്രബ് ലെയറിൽ നമ്മൾ കാണപ്പെടുന്നത്. ക്ലിയർലേ മക്കളെ? സോ ദിസ് ലെയർ ഓഫ് വെജിറ്റേഷൻ ഈസ് ജസ്റ്റ് ബിലോ ദ അണ്ടർ സ്റ്റോറി. ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് മെച്യൂർ സ്ട്രബ്സ് ആൻഡ് അതേപോലെ തന്നെ ബുഷസും മെച്യൂർ ആയിട്ടുള്ള സ്ട്രബ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രബ് ലെയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രബ് ലെയർ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ആളായിട്ടുള്ള ആരാണത്? ഹെർബ് ലെയറിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹെർബ് ലെയറിനെ കുറിച്ച് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്? ലാസ്റ്റ് ഫോറസ്റ്റ് ഫ്ലോർ ഉണ്ട്. സോ ഹെർബ് ലെയർ എന്ന് പറയുന്നത് ലെയർ ഓഫ് വെജിറ്റേഷൻ വിച്ച് ഈസ് ബിലോ ദ shrub ലെയർ അല്ലേ? shrub ലെയറിന്റെ ബിലോയിൽ കാണുന്ന വെജിറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഹെർബ് ലെയർ എന്ന് നമ്മൾ പറയുന്നത്. എന്താ നമ്മൾ പറയുന്നത്? ഹെർബ് ലെയർ എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക മക്കളെ? ഹെർബ് ലെയർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ shrub ലെയറിന്റെ കുറച്ചും കൂടി താഴെയായിട്ട് നമ്മൾ എന്ത് പറയും? ഹെർബ് ലെയർ എന്ന് നമ്മൾ പറയും. ഹെർബ് ലെയർ നമ്മൾ പറയുന്നു. ഓക്കെ, which mainly consists of herbs, ferns, grass. Which mainly consists of ആരൊക്കെയാണ്? herbs, ferns and grass. അപ്പോൾ ഹെർബ്സ്, ഫേൺസും ഗ്രാസസ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ഹെർബ്സ്, ഫേൺസ് ആൻഡ് ഗ്രാസസ്. ഹെർബ്സ്, ഫേൺസ് ആൻഡ് ഗ്രാസസ്. ഹെർബ്സ്, ഫേൺസ് ആൻഡ് ഗ്രാസ് ആണ് നമ്മൾ ഹെർബൽ ലെയറിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ അത് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ, നമ്മുടെ ഫോറസ്റ്റ് ഫ്ലോറിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പറയുന്നത്. എന്താണ് മക്കളെ? ഫോറസ്റ്റ് ഫ്ലോറിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയുന്നത്. ശ്രദ്ധിച്ചോ, എന്തായിരിക്കും ഈ ഫോറസ്റ്റ് ഫ്ലോറിന്റെ പ്രത്യേകത കാര്യങ്ങൾ? The ground surface of the forest is called forest floor. അതായത് ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ എന്നാ പറയുന്നത്? The ground surface of എന്താണ്? ഓഫ് ഫോറസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സർഫേസ് ഓഫ് എ ഫോറസ്റ്റ് ഇസ് നോൺ ആസ് വാട്ട്? ഫോറസ്റ്റ് ഫ്ലോർ. ഗ്രൗണ്ട് സർഫേസ് ഓഫ് ഫോറസ്റ്റ് ഇസ് നോൺ ആസ് forest floor. Clear അല്ലേ മക്കളെ? ground surface of forest is known as forest floor. Now see, it has many kinds of small leafless plants such as mosses, liverwort, lichen, etc. and animals such as tigers, lions, insects and decomposers. അപ്പോൾ forest floor ആരൊക്കെ കാണുന്നുണ്ട്? forest floor contains small leafless
പ്ലാന്റ്സ് ഉണ്ട്, ലീഫ്ലെസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, ലീഫ്ലെസ് പ്ലാന്റ്സ് ഉണ്ട്, സച്ച് ആസ് എന്തൊക്കെയാണ്, മോസ് നമ്മൾ കാണുന്നുണ്ട്, ലിവോവേർട്ട് കാണുന്നുണ്ട്, ടെറിഡോഫൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്, ടെറിഡോഫൈറ്റ്സ് ബയോഫൈറ്റ്സ് ഒക്കെ, ലിവോവേർട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈക്കണുമുണ്ട്. ഇനി ഫോറസ്റ്റ് ഫ്ലോറിൽ കാണുന്ന ആനിമൽസ് ഏതാണ്? ഫോറസ്റ്റ് ഫ്ലോറിൽ കാണപ്പെടുന്ന ആനിമൽസ് ആരൊക്കെയാണ്? We have tigers, lions, etc. and insects. അതേപോലെ ഡീകമ്പോസേഴ്സും ഉണ്ട്. ഇത്രയും ആളുകളാണ് എന്ത് ഫോറസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കാണുന്നത്. ഇവരൊക്കെയാണ് നമ്മൾ എവിടെ കാണുന്നത് മക്കളെ? ഫോറസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഫോറസ്റ്റ് ഫ്ലോറിന്റെ കേസിൽ നമ്മൾ നോക്കിയത്. സോ എന്തൊക്കെയാണ് നമുക്കുള്ളത്? മെയിനായിട്ട് ഫോറസ്റ്റ് ഫ്ലോർ തുടങ്ങി നമുക്ക് ഹെർബൽ ലെയർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഷ്രബ് ലെയർ ഉണ്ട്, അത് കഴിഞ്ഞ് അണ്ടർ സ്റ്റോറി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കനോപ്പി ഉണ്ട്. അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ദീസ് കോമ്പണൻസ് ഓഫ് ഫോറസ്റ്റ് ആർ ക്ലിയർ ഫോർ യു ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റ് ആർ ഡാം ക്ലിയർ ഫോർ യു. ഓക്കെ, ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സ്റ്റുഡൻസ്, ഓക്കെ. Now you can see കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ട് നമുക്കുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ശ്രദ്ധിക്കുക. ദ ബ്രാഞ്ചി പാർട്ട് ഓഫ് ട്രീ എബോവ് ദ സ്റ്റെം ഈസ് നോൺ ആസ് ക്രൗൺ ഓഫ് ദി ട്രീ. എന്താണ് ബ്രാഞ്ചി പാർട്ട്? അതായത് ബ്രാഞ്ചി പാർട്ട് ഓഫ് എ ട്രീ എബോവ് ദ സ്റ്റെം. അതായത് മക്കളെ, ഒരു സ്റ്റെമ്മിന്റെ എബോവ് ആയിട്ടുള്ള ബ്രാഞ്ചി പാർട്ട് ഓഫ് ദി ട്രീ, അതിന് നമ്മൾ എന്താ പറയാ? എന്താ നമ്മൾ പറയാ? അതിനെ ക്രൗൺ ഓഫ് ദി ട്രീ എന്നാണ്. നമ്മൾ എന്താ പറയാ മക്കളെ? ക്രൗൺ ഓഫ് ദി ട്രീ. എന്നൊക്കെ കണ്ടോ? ഒരു കിരീടം പോലെയല്ലേ ഇവയൊക്കെ ഉള്ളത്? കണ്ടോ? ഇതൊക്കെ ഒരു കിരീടം പോലെയായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ദേ ആർ നോൺ ആസ് ക്രൗൺ ഓഫ് ദി ട്രീ. അതായത് ദ ബ്രാഞ്ചി പാർട്ട് ഓഫ് ദി ട്രീ എബോവ് ദ സ്റ്റെം ഈസ് നോൺ ആസ് വാട്ട്? ക്രൗൺ ഓഫ് ദി ട്രീ. ക്ലിയർലി കോൺസെപ്റ്റ് ഇസ് നോൺ ആസ് വാട്ട്? ക്രൗൺ ഓഫ് ദി ട്രീ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. Crowns are mainly responsible for absorption of sunlight energy, performing photosynthesis, releasing oxygen and carrying out processes such as respiration and transpiration. അപ്പോൾ ക്രൗൺ ഓഫ് ട്രീ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ക്രൗൺ ഓഫ് ട്രീന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാലോ. സോ എന്താണ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ വാട്ട് ആൻഡ് ഓൾ തിങ്സ്? അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ് എനർജി. എന്താണ് മക്കളെ? അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ്സ് എനർജി. സൺലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യലാണ് ഫസ്റ്റ് ഇവരുടെ ടാസ്ക്. ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി അതാണ്. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് പറയാം മക്കളെ? പെർഫോമിങ് ഫോട്ടോസിന്തസിസ്. പെർഫോമിങ് ഫോട്ടോസിന്തസിസ് നമുക്ക് പറയാം. ദേ ആർ പെർഫോമിങ് വാട്ട്? ഫോട്ടോസിന്തസിസ് ദേ ആർ പെർഫോമിങ് എന്ന് പറയാം. മൂന്നാമതായിട്ട് നമുക്കറിയാം റിലീസിങ് ഓക്സിജൻ ആൻഡ് ക്യാരിങ് ഔട്ട്. റിലീസിങ് ഓക്സിജൻ ആൻഡ് ക്യാരിങ് ഔട്ട് പ്രോസസ് സച്ച് ആസ് എന്തൊക്കെ പ്രോസസ് ആണ്? റെസ്പിറേഷൻ ഉണ്ട്, ട്രാൻസ്പിരേഷനും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്രൗൺ ഓഫ് എ ട്രീ ചെയ്യുന്ന കർത്തവ്യങ്ങൾ. അപ്പോൾ ക്രൗൺ ഓഫ് എ ട്രീ എന്റെ കേസിൽ ക്ലിയർ ആണോ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? സോ ഇൻ കേസ് ഓഫ് ക്രൗൺ ഓഫ് ട്രീ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ദ ബ്രാഞ്ചി പാർട്ട് ഓഫ് എ ട്രീ എബോവ് ദ സ്റ്റെം ഈസ് നോൺ ആസ് ക്രൗൺ ഓഫ് ദ ട്രീ. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ക്രൗൺസ് ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ എന്തൊക്കെയാണ്? absorption of sunlight's energy, performing photosynthesis, releasing oxygen, carrying out processes such as respiration and transpiration. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ നമ്മുടെ ക്രൗൺ ഓഫ് ദി ട്രീയുടെ കേസിൽ നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്താണ് പരിചയപ്പെട്ടത്? ക്രൗൺ ഓഫ് ദി ട്രീ. ഇതാണ് നമ്മുടെ ക്രൗൺ ഓഫ് ട്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രൗൺ ഓഫ് ട്രീ ഈസ് ക്ലിയർ ഫോർ യു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോമ്പണൻസ് ഓഫ് ഫോറസ്റ്റ് ഈ ഏരിയസിൽ നമ്മൾ കവർ ചെയ്ത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.